ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ദിവസമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്ന ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ദിവസം. ഏറെയൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും വേദപാഠ ക്ലാസ്സിൽ മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനിക്ക് ഒരു ദൈവമേ ഉള്ളൂ. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവമാണ്. പിതാവിന് ഒരു വ്യക്തിത്വമുണ്ട്, പുത്രന് വ്യക്തിത്വമുണ്ട്, പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട്. പക്ഷേ ഈ 3 വ്യക്തികളും കൂടെ ഒന്നു ചേരുമ്പോൾ പരിശുദ്ധ തൃത്വമാവും. ആ തൃത്വം എന്ന് പറയുന്ന ഏക ദൈവത്തിലാണ് നാം വിശ്വസിക്കുക. ഏറെ വിഖ്യാതമായ തോമസ് അക്വീനാസിൻ്റെ ഒരു അനുഭവ പാഠമുണ്ടല്ലോ നമുക്കറിയാവുന്നത്. അദ്ദേഹം കടൽക്കരയിൽ നിൽക്കുമ്പോൾ ഒരു കൊച്ചു ബാലൻ കടലിൻ്റെ കരയിൽ അവനുണ്ടാക്കി കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു കുഴിയിലേക്ക് കടലിൽ നിന്ന് കക്ക കൊണ്ട് വെള്ളം കോരി നിറയ്ക്കുകയാണ്. ഇത് കൗതുകത്തോടെ നോക്കി നിന്ന അക്വീനാസ് ആ കൊച്ചിനോട് ചോദിച്ചു, മോനെ, നീ എന്താ ചെയ്യുക? അവൻ പറഞ്ഞു, എൻ്റെ സാറേ, എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ വലിയൊരു പണിയിലാണ്. അക്വീനാസ് അവനോട് ചോദിച്ചു കൗതുകത്തോടെ, എന്താണ് നിൻ്റെ പണി? അവൻ പറഞ്ഞു, ഈ കടലിലെ വെള്ളം മുഴുവൻ ഈ കക്ക കൊണ്ട് കോരി ഞാൻ ഈ കുഴിയിൽ നിറയ്ക്കാൻ പോവാ. ചിരിച്ചുകൊണ്ട് അക്വീനാസ് പറഞ്ഞു, നീ മണ്ടനാടാ, എങ്ങനെ സാധിക്കും ഈ വലിയ സാഗരത്തിലെ വെള്ളം മുഴുവനും കോരി നിനക്ക് ഈ കൊച്ചു കുഴി, അതും കക്ക കൊണ്ട് കോരി നിറയ്ക്കാൻ സാധിക്കുമോ? ഏറെ വിഖ്യാതനായ, പ്രശസ്തനായ, വേദപാരംഗതനായ, പണ്ഡിതനായ അക്വീനാസിനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ മണ്ടനാണെങ്കിൽ അങ്ങ് തിരുമണ്ടനാണ്. അങ്ങയ്ക്കറിയാവുന്നതുപോലെ ഒരുപക്ഷെ എനിക്കും ബോധ്യമുണ്ട്, ഈ കടലിലെ വെള്ളം മുഴുവൻ എൻ്റെ കക്ക കൊണ്ട് കോരി ഈ കുഴിയിൽ നിറയ്ക്കാനാവില്ല എന്ന്. പക്ഷേ അങ്ങ് ഈ പ്രപഞ്ചം മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ത്രിത്വിക ദൈവത്തിൻ്റെ രഹസ്യം അങ്ങയുടെ കൊച്ചു തലച്ചോറിനുള്ളിൽ ഒതുക്കാമെന്ന് പരിശ്രമിച്ചു എങ്കിൽ അതല്ലേ ഞാൻ കാണിച്ചതിനേക്കാളും വലിയ മണ്ടത്തരം. പരിശുദ്ധ തത്വത്തെക്കുറിച്ച് പുസ്തകങ്ങളുടെ വോളിയങ്ങൾ ഒരുപാട് എഴുതിയിട്ടുള്ള മനുഷ്യനാണ് അക്വീനാസ്. അക്വീനാസ് ആ കുഞ്ഞിൻ്റെ മുമ്പിൽ തോറ്റു. ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത, ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാവാത്ത, വ്യാഖ്യാനങ്ങളിൽ ഒതുങ്ങാത്ത ത്രിത്വിക ദൈവത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് ഒരുപക്ഷെ അക്വീനാസ് തിരിച്ചറിഞ്ഞത് ഈ കൊച്ചു ബാലനിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി തീരുക? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഒന്നാകലിനെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ടല്ലോ. ഒത്തിരി വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ കടന്നു വരാറുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ഏറ്റവും മനോഹരമായ 2 ഉദാഹരണങ്ങൾ കത്തി നിൽക്കുന്ന ദീപനാളത്തിൻ്റെ ഉപമയാണ്, അല്ലെങ്കിൽ ഉദാഹരണമാണ്. തത്തിക്കളിക്കുന്ന ദീപനാളത്തിന് പ്രകാശമുണ്ട്, അതിനൊരു നിറമുണ്ട്, അതിനൊരു ഷെയ്പ്പുണ്ട്. ഇതിലേതാണ് പരിശുദ്ധ തൃത്വം ജ്വാല എന്ന് ചോദിച്ചാൽ ഇത് 3 കൂടെ കൂടുന്നതാണ് ജ്വാല. നിറമുള്ള, ചൂടുള്ള, ആകൃതിയുള്ള ഒരു ഭാവം, ഒരു വസ്തു, അതാണ് തീയ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ തീയിൽ നിന്ന് പ്രകാശത്തെ മാത്രം മാറ്റി നിർത്താനാവുമോ? തീയിൽ നിന്ന് ആകൃതി മാത്രം മാറ്റി നിർത്താനാവുമോ? അതിൻ്റെ ചൂട്
അല്ലെങ്കിൽ അതിൻ്റെ നിറം നമുക്ക് മാറ്റി നിർത്താനാകുമോ? ആവില്ല എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. ഇങ്ങനെ പരിശുദ്ധ ത്രിത്വത്തെ വ്യാഖ്യാനിക്കാനായിട്ട് ഒരു ശ്രമം നടത്താറുണ്ട്. മറ്റൊന്ന് മനോഹരമായ പുഞ്ചിരിക്കുന്ന ഒരു പുഷ്പമാണ്. ഒരു പുഷ്പത്തിന് നിറമുണ്ട്, മണമുണ്ട്, ഷെയ്പ്പുണ്ട്. ഇതിലേതാണ് പുഷ്പം? പുഷ്പത്തിൻ്റെ നിറമാണോ, അതിൻ്റെ ആകൃതിയാണോ, അതോ അതിൻ്റെ സൗന്ദര്യമാണോ? നിറമാണോ, മണമാണോ, അതോ ആകൃതിയാണോ? ഇത് മൂന്നും കൂടെ കൂടുന്നതാണ് പുഷ്പമെങ്കിൽ അതാണ് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് നമുക്കും പറയാനുള്ളത്. ഒന്നിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത പരസ്പര പൂരകങ്ങളായ മൂന്ന് ശക്തികളുടെ ഒന്നു ചേരലാണ് പരിശുദ്ധ ത്രിത്വം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ത്രിത്വം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനപ്പുറത്ത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഈ ഞായറാഴ്ച നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ അനുഗ്രഹം, ആ ഒരു അനുഭവം നമുക്കുണ്ടാകണമെന്നതാണ് ഏറ്റവും കരണീയമായ, ഏറ്റവും ഗൗരവമുള്ള പ്രമേയം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവം ഒന്നാണ് എങ്കിൽ, ഒരു മനസ്സോടെ മുന്നോട്ട് നീങ്ങുന്ന കൂട്ടായ്മയുടെ ദൈവമാണ് എങ്കിൽ, ആ ദൈവ കൂട്ടായ്മയുടെ സ്നേഹബന്ധത്തിൻ്റെ ഇഴയെടുപ്പം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ വേണ്ടേ? അപ്പനും അമ്മയും മക്കളും ചേരുന്ന കുടുംബത്തിൽ ഈ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ വേണ്ടേ? പരസ്പരം അറിഞ്ഞ് സ്നേഹിക്കുന്ന, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്ന, പരസ്പരം സഹകരിക്കുന്ന, പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്യുന്ന കുടുംബജീവിതങ്ങൾ നമുക്കുണ്ടാകണ്ടേ? ഇങ്ങനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന, സ്നേഹത്തിൻ്റെ വലയം തീർക്കുന്ന ബന്ധം ഇടവക കൂട്ടായ്മയിൽ നമുക്കുണ്ടാകണ്ടേ? നാം പ്രവർത്തിക്കുന്ന സംഘടനകളിലും നാം ഉയർത്തുന്ന സംവിധാനങ്ങളിലും ഉണ്ടാകട്ടെ. നമ്മുടെ ചട്ടക്കൂടുകൾക്ക് ഈ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ബലം ആവശ്യമില്ലേ? ആ ബലത്തിന് വേണ്ടിയിട്ട്, ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട്, ആ സ്നേഹക്കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നാമൊക്കെ ഈ തിരുനാൾ ദിവസം ആഗ്രഹിക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പിതാവ് ഒരുപാട് കാര്യങ്ങൾ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നവയൊക്കെയും കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കി തരും. ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞപ്പോഴാണല്ലോ കർത്താവിൻ്റെ ശിഷ്യന്മാർ പോലും അവനെ പ്രഘോഷിക്കാനുള്ള ധൈര്യം സംഭരിക്കുന്നത്. പത്രോസിൻ്റെ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേര് മാനസാന്തരപ്പെട്ടെങ്കിൽ അത് ഈ ത്രിത്വൈക ദൈവം അവനിൽ ആവേശിച്ചതുകൊണ്ടാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കൂട്ടായ്മയുടെ ആത്മബലം അവന് ലഭിച്ചപ്പോഴാണ് ധീരതയോടെ പ്രസംഗിക്കാൻ സാധിച്ചത്. അവസാനം പത്രോസ് രക്തസാക്ഷിത്വം മകുടം ചൂടുന്ന നിമിഷം, എൻ്റെ കർത്താവിനെ പോലെ മരിക്കാൻ എനിക്ക് യോഗ്യതയില്ലാത്തതുകൊണ്ട് എന്നെ തലകീഴായിട്ട് കുരിശിത്തറയ്ക്കണമെന്ന് ആർജവത്തോടെ പറയാനുള്ള ധൈര്യം കാണിച്ചത് ഈ ആത്മാവ് അവരിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്. ഭരണാധികാരികളുടെ മുമ്പിൽ ഒരു കുറ്റവാളിയെപ്പോലെ മുഖം കുനിച്ച് നിൽക്കാനല്ല യേശുവിൻ്റെ ശിഷ്യന്മാർ പിടിക്കപ്പെട്ട മേഖലകൾക്ക് ശ്രമിച്ചത്. അവർ ധീരതയോടെ പറഞ്ഞു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇനിയും പ്രസംഗിക്കും, ഇനിയും അവൻ്റെ നാമം ഞങ്ങൾ പ്രാർത്ഥനയോടെ ഉയർത്തിപ്പിടിക്കും, ആ നാമത്തിന് സ്തുതിയും ആരാധനയും ഞങ്ങൾ അർപ്പിക്കും, കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ആ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച വലിയ വിശ്വാസത്തിൻ്റെ ബോധ്യം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചത് പരിശുദ്ധ ത്രിത്വമാണ് എങ്കിൽ, ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത്, ഞാനും നിങ്ങളുമായിത്തീരേണ്ടത് ഈ മേഖലയിലെ മാറ്റത്തിൻ്റെ വക്താക്കളായിട്ടാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹക്കൂട്ടായ്മ ഒരു അനുഭവ പാഠമായിട്ട്, ഒരു മാതൃകയായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ പന്ഥാവുകളിൽ ദൈവത്തിന് സാക്ഷികളാകാൻ നമുക്ക് സാധിക്കണം. ഈ സ്നേഹക്കൂട്ടായ്മയുടെ ഇടമുറിയാത്ത, അണമുറിയാത്ത ഭാഗമായിട്ട് തീരാൻ നമുക്ക് സാധിക്കണം. ശക്തി ചോരാത്ത, തീഷ്ണതയിൽ മാന്യം വരാത്ത,
അനുഗ്രഹത്തിൻ്റെ മക്കളായിട്ട് തീരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. തൻ്റെ ഇടത്തോടെ അവനെ പ്രസംഗിക്കാനുള്ള ചാരുതയും ആത്മധൈര്യവും നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ സ്നേഹം എന്താണെന്ന് നാം മനസ്സിലാക്കണം. അതിനോട് ചേർന്ന് നിൽക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയായിട്ട് തിരഞ്ഞെടുക്കണം. ആ വലിയ ബോധ്യത്തോടുകൂടി ആത്മബലത്തോടുകൂടി ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏറെ ആഗ്രഹത്തോടെ, ഏറെ പ്രാർത്ഥനയോടെ, ഏറെ സ്നേഹത്തോടെ എൻ്റെ അനുവാചകർക്കെല്ലാവർക്കും ഈ അനുഗ്രഹീത തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളിൽ വന്നണഞ്ഞ് നിങ്ങളെ ബലപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തെ ശോഭനമാക്കി തീർക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കുന്ന പരിശുദ്ധ കൂദാശകളും വിശുദ്ധ കുർബാനയുടെ ആശീർവാദവും നാം സ്വീകരിക്കുമ്പോൾ ഓരോ വൈദികരും നമ്മുടെ നേരെ കരമുയർത്തി ആശീർവാദം തരുമ്പോഴൊക്കെ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മ അനുഭവം നമ്മൾ അനുസ്മരിക്കുകയാണ്. ചെറിയ കുരിശടയാളവും വലിയ കുരിശടയാളവും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് എന്ന തിരിച്ചറിവോടുകൂടി സ്നേഹത്തിൽ ആഴപ്പെട്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ ത്രിത്വം നമുക്ക് ബലമാകട്ടെ, അനുഗ്രഹമാകട്ടെ, കൃപ ചൊരിയട്ടെ, അഭിഷേകം നൽകട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.